രാത്രിക്കു രാത്രി റസൂലിൻ്റെ വീട് വളഞ്ഞ ശത്രുക്കൾ പ്രഭാത സമയത്ത് റസൂലിൻ്റെ വിരിപ്പിൽ നിന്ന് എണീറ്റ് വരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ട് അമ്പരന്നുപോയി. അവരുടെ തന്ത്രങ്ങൾ പാളിപ്പോയതിൽ ദേഷ്യം പിടിച്ച് മക്കയുടെ നാനാഭാഗത്തേക്കും അവർ അന്വേഷകരെ അയക്കുന്നുണ്ട് റസൂലിനെ തേടിപ്പിടിക്കാൻ. മാത്രമല്ല, അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നവർക്ക് 100 ഒട്ടകത്തെ സമ്മാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിലും അവസാനിച്ചില്ല. അബൂജഹൽ ഒരു സംഘം ആളുകളെയും കൂട്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയം വീട്ടിലുണ്ടായിരുന്ന മകൾ അസ്മാ ബീവിയോട് വളരെ ദേഷ്യത്തോടുകൂടി അബൂജഹൽ ചോദിക്കുന്നുണ്ട്, എവിടെ നിന്റെ വാപ്പ? അറിയില്ല എന്ന് മറുപടി പറഞ്ഞ അസ്മാ ബീവിയുടെ മുഖത്തേക്ക് അബൂജഹൽ ഒരൊറ്റ അടിയാണ്. ആ അടിയുടെ ശക്തിയിൽ അസ്മാ ബീവിയുടെ കമ്മൽ പൊട്ടിപ്പോകുന്നുണ്ട്. അത്രക്ക് ദേഷ്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അതേസമയം മക്കയുടെ മറുവശത്ത് സൗർ പർവ്വതത്തിൻ്റെ ഉച്ചിയിലുള്ള സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വളരെ പ്രയാസപ്പെട്ട് ത്യാഗം സഹിച്ച് ഒടുക്കം ജീവൻ വരെ അപകടത്തിലാകുമെന്ന ഘട്ടം, ഒരു ഗുഹയിൽ അന്തി ഉറങ്ങേണ്ട സന്ദർഭം, ആരും പതറിപ്പോകുന്ന ഘട്ടം. നബിയെ, ഈ ഗുഹയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്ന ശത്രുക്കളിൽ ഏതെങ്കിലും ഒരാൾ അവരുടെ കാൽക്കീയിലേക്കൊന്ന് നോക്കിയാൽ നമ്മളെ കാണൂലേ എന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ന്യായമായ ചോദ്യത്തിന് നമ്മൾ 2 പേർ മാത്രമല്ല സിദ്ദീഖ്, 3-മനായി അള്ളാഹു കൂടെയുണ്ട് എന്ന ഇടറാത്ത തവക്കുലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. ജീവിതത്തിലെ ഏത് പ്രയാസഘട്ടത്തിലും പേടിക്കണ്ടടാ, പടച്ചോൻ കൂടെയുണ്ട് എന്ന കോൺഫിഡൻസ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ പഠിപ്പിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.